ഹലോ, കൊന്നിച്ചിവ. ഈയിടെയായിട്ട് അവധി ദിവസങ്ങളിലൊക്കെ നടക്കാൻ പോകുന്നതല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഒന്ന് പുറത്ത് പോയാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് വളരെ ദൂരെ അല്ലാത്ത ഒരു സ്ഥലം നമുക്ക് ഓർമ്മ വന്നത്. ഇത് സെൻട്രൽ ജപ്പാനിലെ ഹമാമത്സു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹമാന ലേക്ക് എന്ന് പറഞ്ഞൊരു വലിയ ലേക്ക് ഉണ്ട്. അതിൻ്റെ ചുറ്റിനും കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അതിൻ്റെ അടുത്തുള്ള ഹമാമത്സു ഗാർഡൻ പാർക്കാണ്. സാധാരണ നല്ല പാർക്കുകളൊക്കെ ഇവിടെ എൻട്രി ഫീ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഈ പാർക്ക് ഫ്രീ ആണ്, വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടുത്തെ ഇൻ്റർനാഷണൽ ഗാർഡൻ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ കൊറിയ, ജപ്പാൻ, നേപ്പാൾ, യൂറോപ്പ്, ബാലി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലെ ഗാർഡനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ വീടുകളുടെ സ്ട്രക്ചറുകളൊക്കെ അതിനകത്തിൽ വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർക്കാണിത്. സിറ്റിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് കാമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇതിരിക്കുന്നത്. വലിയ തിരക്കുകളൊന്നും ഇവിടെ കാണാറില്ല. ചിലപ്പോൾ ഇവിടെ ഇവൻ്റൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ചെറുതായിട്ട് തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഈ പാർക്കിൽ പല സ്ഥലത്തും ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ വരുമ്പോൾ തന്നെ വൈഡായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ കളിക്കാം. ബാഡ്മിൻ്റനും ഒക്കെ കളിക്കുന്നവർ ഒത്തിരി പേരെ നമ്മൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കയറി വരുമ്പോഴാണ് ഈ ഗാർഡൻ ഉള്ളത്. ഇവിടെ നമുക്ക് ഇരിക്കാൻ ഒത്തിരി ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇതാ ഈ ബോട്ടിൽ കയറി വെള്ളത്തിൽ കൂടെ ഒന്ന് ചുറ്റിയടിക്കാം, അല്ലെങ്കിൽ പൂക്കളൊക്കെ എൻജോയ് ചെയ്യാം, ആവശ്യത്തിലധികം ഫോട്ടോസ് എടുക്കാം. നല്ല രസമുള്ള സീനറി ഇഷ്ടം പോലെ ഈ ഗാർഡനകത്തിലുണ്ട്. ഇവിടുത്തെ യൂറോപ്യൻ ഗാർഡനിൽ പോകുമ്പോഴാണ് നിറയെ റോസുകളാണ്, പല ടൈപ്പ് റോസ്. നല്ല രസമാണ് അതൊക്കെ പൂത്ത് നിൽക്കുന്ന കാണാൻ. പിന്നെയും പേരറിയാത്ത എന്തൊക്കെയോ ചെടികളുണ്ട്. എല്ലാം നല്ല രസമാണ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സ്ഥലങ്ങളാണ്. ഇത് നമ്മുടെ സക്കുര ചെറി പൂത്തിട്ട് അതിൻ്റെ കായ ആയതാണ് കേട്ടോ. പക്ഷേ ഇതാരും കഴിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. കഴിക്കാൻ പറ്റത്തില്ലാത്തതായിരിക്കും. പക്ഷികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അവരാരും ഈ കായ മാത്രം തിരിഞ്ഞു നോക്കുന്നില്ല. ഈ റോസ് ഗാർഡനിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കുറച്ച് നേരം അവിടെയുള്ള കസേരകളിലൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിറയെ റോസാ ചെടികൾ നട്ട് പിടിപ്പിച്ചിട്ട് പൂത്ത് നിൽക്കുന്നതാണ്, നല്ല രസമില്ലേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ഇവിടെയാണ്. ഇവിടെ വന്നിരുന്നിട്ട് ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പറയായിരുന്നു, നമുക്ക് ഇതുപോലൊരു വീടും ഇതേ വലിയൊരു ഗാർഡനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം അവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു, നല്ല രസമായിരിക്കും. നമ്മൾ സിനിമകളിലും സ്വപ്നങ്ങളിലും മാത്രം കണ്ടിട്ടുള്ള പോലത്തെ കുറച്ച് വീടുകളും ഗാർഡനും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും നമ്മളൊരു സ്വപ്നലോകത്ത് എത്തിയ പോലെയാണ് ഇവിടെ എത്തുമ്പോൾ. ജപ്പാൻ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇതുപോലത്തെ കുഞ്ഞ് ഔട്ടിങ്സും പാർക്കും ഒക്കെയാണ്.